പേര് കീർത്തന രവീന്ദ്രൻ. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു മാക്ബുക്ക് മേടിക്കാൻ പോവാണ്. സോ നിങ്ങളും എൻ്റെ കൂടെ വരിക, വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സോ വീഡിയോ മൊത്തത്തിൽ കാണുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അനുഭവം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. വീടൊക്കെ രാവിലെ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി. കാരണം ഒരു ഐശ്വര്യം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് നല്ല പോസിറ്റിവിറ്റി ആയിട്ട് പോവാം. സോ ഹായ്, അങ്ങനെ കുളിച്ച് ഫ്രഷായി നമ്മളിങ്ങനെ പോകാൻ വേണ്ടി പോവാണ്. ഇപ്പം യലഹങ്ക ന്യൂ ടൗണിലോട്ടാണ്. ആദ്യം കുറേ ഷോപ്സിലൊക്കെ പോയിട്ട് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഉള്ളതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ. എൻ്റെ ഫ്രണ്ട് ക്ലബ്ബിൽ നിന്ന് വന്നിട്ടുണ്ട് മാക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ലൈക്ക് ഞാൻ പോയി വാങ്ങിയ ഇവരെന്തെങ്കിലും പൊട്ട സാധനങ്ങൾ എടുത്ത് തരും. അപ്പോൾ ഇതിനെപ്പറ്റി വിവരമൊക്കെ ഉള്ള ഒരാൾ കൂടെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കൂട്ടി. സോ ലെറ്റ്സ് ഗോ. സോ പോകുന്ന വഴിക്ക് നമ്മൾ ടയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. കാരണം ഓൾമോസ്റ്റ് ടയറൊക്കെ തേഞ്ഞ് തീരാറായി. അപ്പോൾ നല്ല കാര്യത്തിന് പോകുന്നതുകൊണ്ട് സെറ്റായി പോകാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് നമ്മൾ പോയത് ഐ പ്ലാനറ്റിലായിരുന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടും ഓഫറും ഒക്കെ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും പോസിബിൾ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യണമല്ലോ. കാരണം ആദ്യം നമ്മൾ പോയത് യൂണിലെറ്റിൻ്റെ ഷോറൂമിലായിരുന്നു. ആൻഡ് അവിടെ പോയി അവർ ഒരു പ്രൈസ് കോട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ നടത്തി. അപ്പം യൂണിലെറ്റാണ് ഏറ്റവും പോസിബിൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയ ഒരു എമൗണ്ട് പറഞ്ഞു. ഓക്കെ മാം, ദിസ് ഈസ് ദ ലാസ്റ്റ് പോസിബിൾ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി. ഇത് ഞാൻ ഒത്തിരി തിങ്കിങ് ആൻഡ് ലോട്ട് ഓഫ് ഡിസ്കഷന് ശേഷം എടുക്കുന്ന ഒരു മാക്കാണ് കേട്ടോ. അതൊരു 6 months ആയിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് പറ്റിയ ഏറ്റവും നല്ല സ്പെക്ക് ഏതാണ്, അങ്ങനെ നോക്കി വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയതുകൊണ്ട് എനിക്ക് വളരെ വലിയ പാടൊന്നും ഉണ്ടായില്ല ഏത് മേടിക്കണം. സോ അങ്ങനെ അവിടെ പോയി അവരോട് കുറേ സംസാരിച്ചു. ലൈക്ക് ആപ്പിൾ കെയർ പ്രൊട്ടക്ഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ എൻ്റെ കൂടെ തന്നെ. അപ്പോൾ അവർ ലൈക്ക് ആപ്പിൾ കെയറിന് തന്നെ കോൺടാക്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ അതേപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു. നമ്മൾ കുറേ നേരം സംസാരിച്ചു, തമാശയൊക്കെ പറഞ്ഞു. പിന്നെ ഭാഷ ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലും അവർ കന്നഡയിലുമാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് തിരിച്ച് എനിക്ക് ഏതാണ്ടൊക്കെയാണ് മനസ്സിലായത്. ബട്ട് ദേ വർ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവോയ്സ് പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി. ഞാനല്ലേ ഹാപ്പിയാണ് വേണ്ടത്. നീ ഹാപ്പി, എല്ലാവരും ഹാപ്പി.
അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. കാരണം കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നം നമുക്ക് നേരിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ആരായാലും കരഞ്ഞു പോകത്തില്ല. പിന്നെ ഓൾറെഡി ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. സോ അതിനുശേഷം നമ്മൾ പിസ്സ ഹട്ടിലോട്ട് പോയി. കാരണം അവന് ട്രീറ്റ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പിസ്സ ഹട്ടിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് വർത്താനം പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചും അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ ഇരുന്ന ഓർഗാനോ മൊത്തം തട്ടി താഴെ ഇട്ടിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല. ഫുഡെവിടെ വിശക്കുന്നല്ലോ ആഹാരം തായോ ചുണ്ടിൻ്റെ നിന്റെ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തത് ഒരു മാർഗരേറ്റയും അവന് മാർഗരേറ്റയും എനിക്കൊരു ചിക്കൻ ടിക്ക സുപ്രീമുമാണ്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. 2 കുഞ്ഞ് പിസ്സ കഴിച്ചത്. ഭയങ്കരമായിട്ട് ഫില്ലായി. ആൻഡ് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. പ്രതീക്ഷയുടെ റിയാക്ഷനൊക്കെ നമുക്ക് എടുക്കാം. സോ വീടെടുത്താറായ സമയത്ത് ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഷുഗർ കെയിൻ ജ്യൂസ് എല്ലായിടത്തും ഉണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഒത്തിരി ഗുണങ്ങളുള്ളൊരു ജ്യൂസാണ്. അങ്ങനെ 2 ഷുഗർ കെയിൻ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം പ്രതീക്ഷയുടെ റിയാക്ഷൻ എനിക്കൊന്ന് കാണുമായിരുന്നു. ഞാൻ ആക്ച്വലി പ്രതീക്ഷയോട് എപ്പോഴും പറയുമായിരുന്നു ഞാൻ ഉടനെ തന്നെ മാക്ക് എടുക്കും നോക്കോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ പ്രതീക്ഷ വിചാരിച്ചത് പ്രതീക്ഷയാണ് ഇത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇച്ചിരി വറീഡായിട്ട് നിൽക്കുന്നത്. പുള്ളിക്കാർ വിചാരിച്ചില്ല നമ്മൾ ഓൾറെഡി ഓപ്പൺ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന്. സോ പ്രതീക്ഷ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഈ വീഡിയോ എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് മാക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ എനിക്കും പ്രതീക്ഷയ്ക്കും അധികം നേരം തൊടാനും യൂസ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. കാരണം ഈ ചെക്കന്മാരെല്ലാവരും ഇങ്ങനെ എന്ത് പുതിയത് വാങ്ങിയാലും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറത്തില്ല. ഓൾമോസ്റ്റ് ഒരു 5-6 മണിക്കൂറിന് ശേഷമാണ് എനിക്ക് ഈ മാക്ക് ഒന്ന് നോക്കാൻ കൂടി സമയം കിട്ടിയത്. പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മാക്ബുക്ക് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ കാണാം. ബൈ.